എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നതിന് പിന്നാലെ അതിൽ പേരുള്ളവരെ കുറിച്ചെല്ലാം വലിയ ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യം ജെഫ്രി എപ്സ്റ്റീൻ എന്ന ബാലപീഡകനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധമാണ്. ഇസ്രായേൽ ഭരണകൂടവുമായി എപ്സ്റ്റീനെ ബന്ധിപ്പിക്കുന്ന നിരവധി തെളിവുകൾ എപ്സ്റ്റീൻ ഫയൽസിലുണ്ട് എന്നിരിക്കെയാണ് ഈ മുഖം തിരിക്കൽ എന്നതും ശ്രദ്ധേയമാണ്. FBI-യുടെ രേഖകളാണ് എപ്സ്റ്റീന്റെ ഇസ്രായേൽ ബന്ധത്തിന് കരുത്തു പകരുന്നത്. 2020 ഒക്ടോബറിലെ ഒരു FBI രേഖയിൽ എപ്സ്റ്റീൻ ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി എഹൂദ് ബറാക്കിന്റെ കീഴിൽ ചാരനായി പരിശീലനം നേടിയെന്നാണ് ആരോപിക്കുന്നത്. പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് എപ്സ്റ്റീന്റെ ഫോൺ കോളുകൾ ഉൾപ്പെടെ നിരീക്ഷിച്ച് ഇത്തരം വിവരങ്ങൾ FBI-ക്ക് കൈമാറിയത്. കോൺഫിഡൻഷ്യൽ ഹ്യൂമൻ സോഴ്സ് എന്നാണ് ഈ സ്രോതസ്സിനെ FBI രേഖകളിൽ പരാമർശിച്ചിരിക്കുന്നത്. അവർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഹാർവാർഡ് സർവകലാശാലയിലെ നിയമവിഭാഗം പ്രൊഫസർ അലൻ ഡെർഷോവിറ്റ്സ് വഴിയായിരുന്നു ഇസ്രായേൽ ചാരസംഘടന എപ്സ്റ്റീന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിരുന്നത്. എപ്സ്റ്റീനുമായുള്ള ഫോൺ കോളുകൾക്ക് പിന്നാലെ ഇസ്രായേൽ ചാരസംഘടന ഡെർഷോവിറ്റ്സിനെ ബന്ധപ്പെടാറുണ്ടായിരുന്നു എന്നാണ് രേഖകളിൽ ചൂണ്ടിക്കാട്ടുന്നത്. എപ്സ്റ്റീൻ മൊസാദിന്റെ ഏജന്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. എഹൂദ് ബറാക്കുമായി എപ്സ്റ്റീൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഒപ്പം അദ്ദേഹത്തിന് കീഴിൽ ചാരനായി പരിശീലനം നേടിയിരുന്നു എന്നും മെമ്മോയിൽ പറയുന്നു. അതിനു പുറമെ മൊസാദ് ബന്ധങ്ങളെക്കുറിച്ച് എപ്സ്റ്റീൻ തമാശ പറയുന്ന നിരവധി ഇമെയിലുകളും പുറത്തു വന്നിട്ടുണ്ട്. 2018 എഹൂദ് ബറാക്കും ഒരു ഖത്തർ ഉദ്യോഗസ്ഥനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി എപ്സ്റ്റീൻ ഒരു ഇമെയിൽ അയച്ചിരുന്നു. അതിൽ താൻ മൊസാദിന് വേണ്ടി ജോലി ചെയ്യുന്നില്ലെന്ന് വ്യക്തമാക്കണമെന്ന് ബറാക്കിനോട് എപ്സ്റ്റീൻ ആവശ്യപ്പെടുന്നുണ്ട്.